എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വഖഫ് അമെൻമെൻറ്റ് ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി അത് രാജ്യത്തെ ഒരു നിയമമായി മാറും. അതോടുകൂടി വഖഫ് ബോർഡിൻ്റെ ഫ്യൂസ് പോയ അവസ്ഥയാവും. അതെന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഓൺ ചെയ്യുന്ന ആരാണെന്ന്? അതൊന്ന് ഇന്ത്യൻ ആർമിയും പിന്നെ ഇന്ത്യൻ റെയിൽവേയും, അത് കഴിഞ്ഞാൽ വഖഫും ആണ്. ഈ വഖഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്ര കോടി മുസ്ലിംസ് ഉണ്ട്? 20 കോടി മുസ്ലിംസ് ഉണ്ട്. ഈ 20 കോടി മുസ്ലിംസിൻ്റെ കൈവശം ഉള്ള ഭൂമി കൂടാതെയാണ് ഈ വഖഫിൻ്റെ കയ്യിൽ ഇത്രയും ഭൂമി. അപ്പോൾ ഈ മുസ്ലിംസിൻ്റെ കയ്യിലുള്ള ഭൂമിയും കൂട്ടി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഓൺ ചെയ്യുന്നത് ചിലപ്പം വഖഫായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് പിടിച്ചെടുത്തതെന്ന് അറിയോ? കാലാകാലങ്ങളായിട്ട് 95-ലും 2013-ലും കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഒരുപാട് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ, അതായത് വഖഫിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതി ചേർത്തു. ഇത് ഈ പരിഷ്കൃത സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഈ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ എന്താ പറയുക നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യ പല കാര്യങ്ങളുണ്ട്. അത് ഈ ഓൺലൈൻ ചാനലുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ ആൾക്കാർ വന്ന് വീഡിയോ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളോട് ഈ വഖഫിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിയമങ്ങളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതൊക്കെ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? അവർ ചോദിക്കില്ലേ, എടോ ഇതൊക്കെ പരിഷ്കൃത സമൂഹം നടക്കുന്ന കാര്യമാണോ? ഉള്ള നിയമമാണോ? ഇതെന്താ ഇന്ത്യ എന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ എന്നൊക്കെ പറയും. ഇവിടെ നിയമം പോലീസൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കും സാധാരണക്കാർ. സ്വാഭാവികമായിട്ടും ചോദിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഈ ഇവിടുത്തെ സുഡാപ്പികളുടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പേറോളിൽ കഴിയുന്നവന്മാരാണ്. അപ്പോൾ ഇവന്മാർക്ക് വേണ്ടിയിട്ട് സുഖിപ്പിച്ചേ പറ്റൂ. അപ്പോൾ ഈ വഖഫ് നിയമം എന്താ പറയുക, ഇത് വരുന്നതോടുകൂടി ഞാൻ ആദ്യം പറഞ്ഞില്ലേ വഖഫിൻ്റെ ഫ്യൂസ് പോയ അവസ്ഥയാവും. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വഖഫിന് നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഭൂമി ഇന്ത്യയിൽ ഓൺ ചെയ്യുന്നുണ്ട്. ഇന്നൊക്കെ ഒരുപാട് റവന്യൂസ് ഉണ്ട്. അതിപ്പം ഏകദേശം 10,000 തൊട്ട് 20,000 കോടിയാണ് ഒരു വർഷത്തെ എന്താ പറയുക അവരുടെ വരുമാനം. ഈ വരുമാനം ഇല്ല. കുറച്ച് നാൾ മുന്നേ ഈ വഖഫിൻ്റെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക വഖഫ് അമെൻമെൻറ്റ് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ED ഉണ്ടല്ലോ, ED ഒരു നോട്ടീസ് കൊടുത്തു വഖഫ് ബോർഡിന്. അപ്പോൾ അവർ പറഞ്ഞു എന്താ പറയണ്ടത്, ED നോട്ടീസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവർ പറഞ്ഞു ഞങ്ങളുടെ വാർഷിക വരുമാനം 100 കോടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ED നോട്ടീസ് കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങളുടെ വരുമാനം 200 കോടിയാണെന്ന്. അപ്പോൾ ശരിക്കും EDയുടെ കയ്യിൽ പക്ക എല്ലാം ക്ലിയർ ഡാറ്റയുണ്ട്. ഇവരുടെ എല്ലാ ഡാറ്റകളും കയ്യിൽ വെച്ചിട്ടാണ് ED നോട്ടീസ് അയച്ചത്. അപ്പോൾ EDക്ക് അറിയാം ഏകദേശം 10,000 തൊട്ട് 20,000 കോടി വരെ ഇവർക്ക് വരുമാനമുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, നിങ്ങൾക്ക് എവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ വഖഫ് ബോർഡ് ചെയ്യുന്നുണ്ടോ? ഇത്രയും പൈസ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കാര്യം പറയാം, ഹൈദരാബാദിൽ ഒവൈസിയുടെ ഫാമിലിയാണ് ഈ വഖഫിൻ്റെ. ഹൈദരാബാദിലെ കണ്ണായ സ്ഥലത്ത് ടൗണിൽ തന്നെ എന്താ പറയുക 2000 ഏക്കർ ഭൂമിയുണ്ട്. അവിടെ നിന്ന് തന്നെ ഒരുപാട് റവന്യൂ വരുന്നുണ്ട്. അതൊന്നും ഒരുപാട് പുറത്ത് വരാത്തതാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് IT കമ്പനികൾ, കുറേ ഇങ്ങനത്തെ ബിൽഡിങ്സ്, അതിൽ നിന്നൊക്കെ ഒരുപാട് ഇത് വരുന്നത്. ഇതൊക്കെ ഈ ഒവൈസിയുടെ ഫാമിലിയാണ് എന്താ പറയുക കൈകാര്യം ചെയ്ത് അതിൻ്റെ വരുമാനം എല്ലാം കൊണ്ടുപോകുന്നത് അവരാണ്. വഖഫ് ബോർഡിലേക്കൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒവൈസിയൊക്കെ എന്താണ് അവിടെ കിടന്ന് ചന്ദ്രഹാസം മുഴക്കുന്നുണ്ടല്ലേ വഖഫിനെതിരെ. അതായത് നിങ്ങൾ ഞങ്ങളുടെ പള്ളികളിലേക്ക് വെടിവെച്ചു ബോംബിട്ടോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഈ സെൻസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന മുസ്ലിംസിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നിട്ടില്ലേ അവിടെ പാർലമെൻറ്റിൽ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എന്താ പറയുക കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവരുമ്പോൾ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഭൂമി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വഖഫ് യൂസറൊക്കെ ആയിട്ട് കുറേ ഭൂമി ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. വഖഫ് അധിനിവേശം നടത്തിയിട്ടുണ്ട്. ആ ഭൂമിയിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനം ഇവർക്ക് കിട്ടിക്കൊണ്ട് അതൊക്കെ ചേർത്തിട്ടുണ്ട് ഏകദേശം 10,000 തൊട്ട് 20,000 കോടി എന്താ പറയുക വാർഷിക വരുമാനം ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അന്ന് ED നോട്ടീസ് കൊടുത്തിട്ട് ഇവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയോ ഇവർ ഈ കേന്ദ്രം ഭരിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരാണ്. അപ്പോൾ ED എന്തിനാണ് നോട്ടീസ് അയച്ചത്? ED ഇതുവരെ ഈ വഖഫിനെതിരെ അങ്ങനത്തെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ ഒന്നും നടന്നില്ല. അപ്പോൾ ഈ വഖഫ് ബില്ലൊക്കെ വരുന്നില്ല കാര്യത്തിൽ നേരത്തെ എന്താ പറയുക കൊണ്ടുവരുന്നില്ല കാര്യത്തിൽ BJPക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഒരു നോട്ടീസ് അങ്ങ് അയച്ചു. നോട്ടീസ് അങ്ങ് അയക്കുമ്പം 100 കോടി പെട്ടെന്ന് 200 കോടിയായി. അപ്പോൾ EDയും കേന്ദ്ര സർക്കാർക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉദ്ദേശം എന്താണെന്നറിയോ? അതായത് ഈ നോട്ടീസ് കിട്ടിക്കഴിയുമ്പോൾ ഇവന്മാരുടെ ഇവന്മാരുടെ സൈഡിൽ നിന്നുള്ള ആക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണ് നോട്ടീസ് അയച്ചത്. അത് ശരിക്കും ഇവന്മാർ ഇതിനിടയിൽ എന്തെങ്കിലും ഉടായ്പ് കളിക്കുന്നുണ്ടോ, എന്തെങ്കിലും തിരിമറി നടത്തുന്നുണ്ടോ എന്നൊക്കെ ക്ലോസ്ലി മോണിറ്റർ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ BJP ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പഠിക്കാം. അവർക്കറിയാം ഈ വഖഫിൽ ഭാവിയിൽ വലിയൊരു തീപ്പൊരി സാധനമാണ്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടി ഇൻറ്റേർണലായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അത് കയറി ഉടനെ തന്നെ അത് പഠിച്ച് എന്താ പറയുക ആദ്യത്തെ 2019 ആകുമ്പോൾ തന്നെ എന്താ പറയുക എല്ലാ ഡീറ്റെയിൽസ് ഇവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നരേന്ദ്രമോദി സർക്കാർക്ക് പക്കലുണ്ടായിരുന്നു, BJPയുടെ പക്കലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാം ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ
അതുകൊണ്ടാണ് എന്താ പറയുക ഇത്രയും 10 വർഷത്തിന് ശേഷം ഏകദേശം 2022 ഈ സംഭവം എടുത്ത് പുറത്തിടുന്നത് നരേന്ദ്രമോദി. അപ്പോൾ അത്രയും കാലം അവന്മാർ നന്നായി സ്റ്റഡി ചെയ്ത് എല്ലാ കാര്യങ്ങളും കയ്യിൽ രേഖകളാക്കി സോളിഡ് എവിഡൻസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് നരേന്ദ്രമോദി സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ഈ വഖഫ് ബില്ല് കൊണ്ടുവരാൻ മുന്നിട്ടിറങ്ങിയത്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ എന്താ പറയുക ഒരു ആവേശത്തിൻ്റെ പുറത്ത് വന്നില്ല. അവർക്കറിയാം ഇതിനൊക്കെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് അവർ വന്നത്. അപ്പോൾ വെറുതെ അവർ ഇത്രയും കാലം 2022 വരെ കാത്തിരുന്നത്. 2014 അധികാരത്തിലേറിയിട്ട് 2022 വരെ കാത്തിരുന്നത് ഇതിനു വേണ്ടി തന്നെ ആയിരുന്നു മക്കളെ. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട. അപ്പോൾ അവന്മാർ എന്തെങ്കിലും തിരിമറി നടത്താൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ED അവർക്ക് നോട്ടീസ് അയച്ചത്. പക്ഷേ അവന്മാർ അതിനിടയിൽ എന്തൊക്കെ ഉടായ്പ കളിച്ചു, അതും കേന്ദ്ര സർക്കാരിന് അത്തരം ഡീറ്റെയിൽസും കയ്യിലുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വഖഫ് യൂസർ എന്ന് വന്ന രീതിയിൽ ഒരുപാട് ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് റവന്യൂ ആ ഭൂമിയൊക്കെ ഇനി ഇപ്പോൾ സർക്കാരിന് ഒരുപാട് സർക്കാർ ഭൂമിയുണ്ട് കേട്ടോ. സർക്കാർ ഭൂമിയും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയുണ്ട്. അപ്പോൾ ആ സർക്കാർ ഭൂമിയൊക്കെ പിടിച്ചെടുക്കും. സർക്കാർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൂടെ കുറേ ഭൂമിയാണ്. അതായത് ഇപ്പോൾ ഏകദേശം 50% ഭൂമി സർക്കാർ ഭൂമിയാണ് അവരുടെ കയ്യിലുള്ളത്. അതെല്ലാം സർക്കാരിന് കൊണ്ടുപോകാം. കഴിഞ്ഞ ഉത്തർപ്രദേശിൽ തന്നെ യോഗി ആദിത്യനാഥ് എല്ലാ ഡിസ്ട്രിക്റ്റ് തഹസിൽദാർമാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അളന്ന് തിട്ടപ്പെടുത്തി ഡീറ്റെയിൽസ് തന്നെ ടേബിളിൽ എത്തണമെന്ന്. അപ്പോൾ യോഗിയുടെ കയ്യിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും, വഖഫിൻ്റെ A to Z ഡീറ്റെയിൽസ്, എത്ര ഭൂമി അവരുടെ കയ്യിലുണ്ട്, ഏതൊക്കെ സർക്കാർ ഭൂമി ഇവർ പിടിച്ചെടുത്തു, സ്വകാര്യ വ്യക്തിയുടെ ഭൂമി എത്രത്തോളം അവരുടെ കയ്യിലുണ്ട്, അതൊക്കെ ഡീറ്റെയിൽസ് യോഗിയുടെ കയ്യിലുണ്ട്. ഇന്ത്യയിൽ വഖഫിന് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ കാര്യങ്ങൾ ബി ജെ പിക്ക് അല്ല, ഓരോ സംസ്ഥാന സർക്കാരിന് എളുപ്പമായി. അങ്ങനെയാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഇത്രയും ഭൂമി സർക്കാർ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരുടെ പകുതി ഒരു 50% ഇത് അപ്പോൾ തന്നെ പോകും. അപ്പോൾ ഈ സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഇവർക്ക് ഇല്ലാതാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താ പറയുക 10,000-20,000 കോടി വാർഷിക വരുമാനം ഉള്ള ഇവർക്കിനി ഏകദേശം എന്താ പറയേണ്ട ഒരു 100 കോടി വരുമാനം പോലും കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവർക്ക് പുറകെ ആയിരുന്നു. ഈ ഇപ്പോൾ ക്യാഷ് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവർക്ക് പുറകെ ഉണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവർ എന്താ പറയുക ചില കോണിൽ നിന്നൊക്കെ അപ്പം തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്രയും വരുമാനം ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തീവ്രവാദ ആശയവരെ എന്താ പറയേണ്ടത് ഇതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഡൽഹി CA NRC സമരമൊക്കെ ഉണ്ടായില്ല. ആ സമയത്ത് പോപ്പുലർ ഫണ്ടൊക്കെ ഏകദേശം 200 കോടി രൂപയൊക്കെ ഈ ഡൽഹിയിൽ കലാപം ഉണ്ടാക്കാനും ആ സമരത്തിനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ വഖഫ് ബോർഡിൽ നിന്ന് വരുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം തന്നെ ചില കോടിന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആരും തെറ്റു പറയാൻ പറ്റില്ല. ഇവർ ഇത്രയും വരുമാനം വരുമ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടി പല ബ്ലാക്ക് ഡീലിങ്ങുകളും ഇവർക്കുണ്ടാകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവന്മാർ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി അതിൽ നിന്ന് ഫണ്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. എന്ത് തന്നെയാലും ഈ പുതിയ നിയമം വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സായിട്ട് രാജ്യത്തൊരു നിയമമായി വരുമ്പോൾ വഖഫിൻ്റെ ഫ്യൂസ് ഊരിപ്പോയി തന്നെ എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് കളിക്കുന്നതാണെന്നുണ്ട്. കേരളത്തിൽ 20 MPമാർ ജയിപ്പിച്ച് വിട്ടില്ലേ. ഒരു സുരേഷ് ഗോപി ഒഴികെ ബാക്കി 19 MPമാരും മുനമ്പത്തെ ജനങ്ങളെ കണ്ണുനീര് കാണാതെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പക്കലിൽ നിന്നും, അതായത് ഈ 19 MPമാരെയും കോൺഗ്രസ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ചാവേറാക്കി മാറ്റി. അങ്ങനെ വേണം പറയാൻ. അതായത് അങ്ങനെയാണ് കേരളത്തിലെ MPമാരൊക്കെ തോന്നുന്നത്. അതായത് അവർ ചിലപ്പോൾ മനസ്സോടായിരിക്കും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക 19 MPമാരും ചാവേറായി. ഇനിയിപ്പം ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വോട്ട് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പും ജനങ്ങൾ. പ്രത്യേകിച്ച് മുനമ്പത്ത് ഹൈബീഡിനൊക്കെ വോട്ട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുകയാണ്. അതായത് വഖഫിൻ്റെ കയ്യിലുള്ള ഏകദേശം ഈ നിയമം വരുന്നതോടുകൂടി ഏകദേശം ഒരു 10-60-70% ഭൂമി സർക്കാർ കണ്ടുകെട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയം. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭൂമിയിൽ വഖഫ് ക്ലെയിം ചെയ്തിട്ട് ആ ഭൂമിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നേരത്തെ അവർ പോകേണ്ടിയിരുന്നത് വഖഫ് ട്രിബ്യൂണലായിരുന്നു. ട്രിബ്യൂണിൽ നിന്ന് ഒരിക്കലും നീതി ലഭിക്കില്ല കേട്ടോ. അവിടെ എന്താ പറയുക മുസ്ലിം മത പണ്ഡിതനൊക്കെ ഉണ്ടാവും. അവന്മാരായിരിക്കും തീരുമാനിക്കും. ഈ സുഡാപ്പികളുടെ പക്കൽ നിന്ന് നീതി ലഭിക്കും ആർക്കെങ്കിലും ഇല്ല. അപ്പോൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം. കോടതി നമ്മളൊരു പ്രോപ്പർ റവന്യൂ ഡീറ്റെയിൽസും റവന്യൂ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോടതി ഇവന്മാരെ കണ്ടം വഴി ഓടിക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കാരണം എന്താ പറയണ്ടത് ഇത്രയും ഭൂമി ഇവരുടെ കയ്യിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.